ഫീഡ് ഫുട്ബോളിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെംബ്ലിയിൽ ലിവർപൂളിനെ 2-1 എന്നുള്ള സ്കോർ ലൈനെ പരാജയപ്പെടുത്തിക്കൊണ്ട് എഡി ഹാവിൻ്റെ ന്യൂകാസിൽ യുണൈറ്റഡ് കറബാവ് കപ്പ് ചാമ്പ്യന്മാരായിരിക്കുകയാണ്. പതിറ്റാണ്ടുകളുടെ നെടുവീർപ്പുകൾ, യാതനകൾ, വേദനകൾ, വക്കത്തെത്തി കലമുടക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു നെഞ്ചു തകരലുകൾ എല്ലാത്തിനും വിരാമം സംഭവിച്ചിരിക്കുകയാണ്. കാത്തിരിപ്പിന് വിരാമം സംഭവിച്ചിരിക്കുകയാണ്. ന്യൂകാസിൽ യുണൈറ്റഡ് 70 വർഷങ്ങൾക്ക് ശേഷം ഒരു ഡൊമസ്റ്റിക് കിരീടത്തിൽ മുത്തമിട്ടിരിക്കുകയാണ്. 56 വർഷങ്ങൾക്ക് ശേഷം മാഗ്പൈസ് എന്ന് വിളിപ്പേരുള്ള ന്യൂകാസിൽ യുണൈറ്റഡ് ഒരു മേജർ കിരീടം ആകാശത്തേക്ക് ഉയർത്തിയിരിക്കുകയാണ്. ജോഡികളെ സംബന്ധിച്ചിടത്തോളം, ടൈം സൈഡിൽ നിന്ന് വരുന്ന ന്യൂകാസിൽ യുണൈറ്റഡിൻ്റെ ആരാധകരെ സംബന്ധിച്ചിടത്തോളം, ഇംഗ്ലണ്ടിൻ്റെ നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് നിന്ന് വരുന്ന ഈ ചെങ്ങായിമാരെ സംബന്ധിച്ചിടത്തോളം ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ, കാൽപന്ത് കളി എന്ന് പറഞ്ഞാൽ കുട്ടികളായിട്ടുള്ളൊരു സംഭവമല്ല, ഹൃദയത്തോട് ചേർത്ത് പിടിച്ചിരിക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഇന്നലെ അവർ ഉറങ്ങിക്കാണില്ല. അവർ ഈ ആഘോഷം എത്ര നാൾ തുടരുമെന്നും നമുക്കൊരു പിടിയില്ലാത്തൊരു സംഭവമാണ്. പലരുടെയും മൺമറഞ്ഞു പോയ പലരുടെയും ഒസ്യത്തിൽ പോലും ന്യൂകാസിൽ യുണൈറ്റഡ് കപ്പടിച്ച് കാണണം എന്നൊരാഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിലൊട്ടും അതിശോക്തി വേണ്ട എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. അത്രത്തോളം ഈ ക്ലബിനെ നെഞ്ചിലേറ്റുന്നവരാണ് ടൈം സൈഡിലുള്ള ന്യൂകാസിൽ യുണൈറ്റഡ് ആരാധകർ. അപ്പോൾ ഇത് വല്ലാത്തൊരു ദിവസമാണ് അവരെ സംബന്ധിച്ചിടത്തോളം. ബ്രൂണോ ഗിമരഷ് എന്ന് പറയുന്ന ബ്രസീലിയൻ ന്യൂകാസിൽ യുണൈറ്റഡിൻ്റെ കപ്പിത്താൻ ഇന്നലെ മത്സരത്തിന് ശേഷം ആ ഒരു നിറകണ്ണുകളോടെ ന്യൂകാസിൽ യുണൈറ്റഡ് ആരാധകരെ നോക്കിയിട്ട് പറഞ്ഞത് അവരിത് ഡിസേർവ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഇത് വേൾഡ് കപ്പിന് തുല്യമാണ് എന്നുള്ളതാണ്. അതിൽ പലരും മരിച്ചുപോയി, അതേപോലെ തന്നെ പലരും വല്ലാണ്ട് വളർന്നുപോയി. പക്ഷേ അവർക്കൊന്നും ന്യൂകാസിൽ യുണൈറ്റഡ് ചാമ്പ്യന്മാരാകുന്നത് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ അത് സംഭവിച്ചിരിക്കുകയാണ്. ബ്രൂണോ ഗിമരഷിന് തൻ്റെ കരിയറിലെ ഏറ്റവും മികച്ച ദിവസങ്ങളിൽ ഒന്നായിട്ട് ഇതിനെ കാണാനും സാധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിൽ 1955 FA കപ്പ് കിരീടം നേടിയതിനു ശേഷമാണ് അവർ മറ്റൊരു ഡൊമസ്റ്റിക് കിരീടം ഇപ്പോൾ സ്വന്തമാക്കുന്നത്. 1969 ഇൻ്റർസിറ്റീസ് ഫെയർസ് കപ്പ് എന്ന് പറയുന്ന ഇപ്പോഴത്തെ യൂറോപ്പ ലീഗിന് സമാനമായിട്ടുള്ള കപ്പ് നേടിയതിനു ശേഷം അവരൊരു കിരീടത്തിൽ മുത്തമിട്ടിട്ടുണ്ടായിരുന്നില്ല. ഈ ഒരു കാലയളവിലാണെങ്കിൽ അവരെ സംബന്ധിച്ചോളം ഒരുപാട് ഹാർട്ട് ബ്രേക്ക് മൊമെൻറ്റുകൾ ഉണ്ടായിട്ടുണ്ട്. 5 കപ്പ് ഫൈനലുകളിലേക്ക് അവർ എത്തിയിട്ടുണ്ടായിരുന്നു. 5ലും അവർ പരാജയപ്പെട്ടിട്ടുണ്ടായിരുന്നു. റീസെൻ്റ് ആയിട്ടുള്ള അവരുടെ പരാജയം 2023 കറാബാവ് കപ്പിൻ്റെ ഫൈനലിലെ പരാജയമാണ്. അപ്പോൾ അന്ന് ഡാൻ ബേൺ എന്ന് പറയുന്ന ന്യൂകാസിൽ യുണൈറ്റഡിൻ്റെ താരത്തിൻ്റെ അച്ഛൻ ഡാൻ ബേണിന് അയച്ചിട്ടുണ്ടായിരുന്ന ഒരു കത്ത് വലിയ രീതിയിൽ വൈറലായിട്ടുണ്ടായിരുന്നു. അതിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ പറയാം. അന്ന് ആ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെതിരെയുള്ള ഫൈനലിന് മുമ്പായിട്ടാണ് ആ കത്ത് അയച്ചിട്ടുണ്ടായിരുന്നത്. 6 വയസ്സുള്ള ഡാൻ ബേൺ തൻ്റെ അച്ഛൻ്റെ കൂടെ ന്യൂകാസിൽ യുണൈറ്റഡിൻ്റെ കളി കാണാൻ പോയിട്ടുണ്ടായിരുന്നു. 98 FA കപ്പിൻ്റെ ഫൈനൽ കാണാനായിട്ട്. ആഴ്സണലിനെതിരെ അന്ന് ന്യൂകാസിൽ യുണൈറ്റഡ് പരാജയപ്പെട്ടിട്ടുണ്ടായിരുന്നു. വേറെയും ഒരുപാട് മത്സരങ്ങൾ അച്ഛൻ്റെ കൂടെ കാണാൻ പോയിട്ടുണ്ട്. ഈ ഡാൻ ബേൺ എന്ന് പറയുന്ന ചങ്ങായി ഒരു ബോയ്ഹുഡ് ന്യൂകാസിൽ യുണൈറ്റഡ് ഫാനാണെന്നുള്ള കാര്യം ഓർക്കണം. ബ്ലൈത്ത് എന്ന് പറയുന്ന ഏരിയയിൽ നിന്ന് വരുന്ന ഒരു ട്രൂ ജോഡി എന്ന് വിളിക്കാൻ പറ്റുന്ന തരത്തിലൊരു ചങ്ങായിയാണ്. അപ്പോൾ ആളെ സംബന്ധിച്ചോളം ഒരുപാട് ഓർമ്മകളുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു ഡ്രീം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ബോയ്ഹുഡ് ക്ലബ്ബിന് വേണ്ടി കളിക്കുക എന്നുള്ളതായിരുന്നു. അങ്ങനെ ന്യൂകാസിൽ യുണൈറ്റഡ് അക്കാഡമിയിലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തെ അവിടെ നിന്ന് റിലീസ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നീട് ലോവർ ലീഗുകളിൽ നിന്നൊക്കെ കളിച്ച് വളർന്നുകൊണ്ട് അദ്ദേഹം ബ്രൈറ്റനിലേക്ക് എത്തിയിട്ടുള്ള ഒരു സിനാരി ഉണ്ടായിരുന്നു. ഈ ഒരു കാലയളവിലാണ് 2021 ന്യൂകാസിൽ യുണൈറ്റഡിൽ ആ ഒരു വലിയ ടേക്ക് ഓവർ നടക്കുന്നത്, അല്ലേ? സൗദി ഇൻവെസ്റ്റ്മെൻറ്റ് അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ ഡാൻ ബേണിൻ്റെ അച്ഛനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്രേ, ഇനി എനിക്ക് അങ്ങോട്ടേക്ക് പോകാൻ പറ്റുമോ, എന്നെ ഇനിയുണ്ട് അവരെടുക്കുന്നത് എന്നുള്ളൊരു സംശയം അദ്ദേഹത്തിനുണ്ടായിരുന്നു. പക്ഷേ ന്യൂകാസിൽ യുണൈറ്റഡ് ഡാൻ ബേണിനെ സൈൻ ചെയ്യുന്നു. എന്നിട്ട് 2023 കറബാവ് കപ്പിൻ്റെ ഫൈനലിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെതിരെ 2-0 എന്നുള്ള സ്കോറിൽ പരാജയപ്പെട്ടുകൊണ്ട് മറ്റൊരു ഹാർട്ട് ബ്രേക്ക് അവർ നേരിടേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അവിടെ നിന്ന് 2 വർഷങ്ങൾക്ക് ശേഷം ലിവർപൂളിനെതിരെ കറബാവ് കപ്പിൻ്റെ ഫൈനലിൽ വെംബ്ലിയിൽ 25 വർഷങ്ങൾക്ക് ശേഷം ന്യൂകാസിൽ യുണൈറ്റഡിന് വേണ്ടിയിട്ട് വെംബ്ലിയിൽ ഒരു ഗോളടിക്കുന്ന ആളായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു ഡാൻ ബേൺ. അത്തരത്തിലുള്ള സുന്ദരമായിട്ടുള്ള ഒരു കഥ കൂടി രചിക്കപ്പെട്ടിരിക്കുകയാണ്. ഫുട്ബോൾ എത്ര സുന്ദരമായിട്ടുള്ളൊരു സംഭവമാണെന്ന് ആലോചിച്ച് നോക്കിയേ. ഡാൻ ബേണിൻ്റെ ഗോളിലാണ് ന്യൂകാസിൽ യുണൈറ്റഡ് ലീഡ് എടുക്കുന്നത്. അനവധി ബ്ലോക്കുകൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. ഏരിയൽ ഡ്യൂലുകൾ വിൻ ചെയ്തിട്ടുണ്ട്. ഫാൻറ്റാസ്റ്റിക് പെർഫോമൻസ് ഡാൻ ബേൺ കാഴ്ചവെച്ചിരിക്കുകയാണ്. അതായത് ന്യൂകാസിൽ യുണൈറ്റഡിൻ്റെ ഈ വിജയത്തിൽ എല്ലാവരും കൂട്ടായ പ്രയത്നം കാഴ്ചവെച്ചിട്ടുണ്ട്. ഒപ്പം ഡാൻ ബേൺ എന്ന് പറയുന്ന ജോഡി അതിൽ വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അപ്പോൾ എന്തായാലും അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഇപ്പോൾ ഇന്നലെ വെംബ്ലിയിൽ കളി കാണാനുണ്ടായിരുന്നു. അങ്ങനെ ആ കിരീടം ഡാൻ ബേൺ ഉയർത്തുന്നത് അച്ഛൻ കൂടി കണ്ടിരിക്കുകയാണ്. ഒരു ജോഡിയായിട്ടുള്ള ന്യൂകാസിൽ യുണൈറ്റഡ് ബോയ്ഹുഡ് ഫാനായിട്ടുള്ള ഡാൻ ബേണിനെ സംബന്ധിച്ചോളം എന്താ പറയുക, അദ്ദേഹം പറയുന്നത്, എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല, ഇതൊക്കെ ഒരു സ്വപ്നമായിട്ടാണ് ഞാൻ കരുതുന്നത്, എനിക്ക് ഉറങ്ങാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നുള്ള കാര്യമാണ് മത്സരത്തിന് ശേഷം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ എന്താ പറയുക, വല്ലാത്തൊരു വിജയമാണ് ന്യൂകാസിൽ യുണൈറ്റഡ് കരസ്ഥമാക്കിയിട്ടുള്ളത്. വല്ലാത്തൊരു വിജയം. ചോരയും നീരും വിയർപ്പും
ആ വെംബ്ലിയിലെ സേക്രഡ് വെംബ്ലിയിലെ ഗ്രൗണ്ടിൽ ന്യൂക്കാസിൽ യുണൈറ്റഡിൻ്റെ ഓരോ പ്ലേയേഴ്സും പൊടിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അത്തരത്തിൽ അവർ എന്താ പറയുക, വാരിയേഴ്സിനെ പോലെ പൊരുതിക്കൊണ്ട് തന്നെ നേടിയെടുത്തിട്ടുള്ള ഒരു കിരീടമാണിത്. സംശയമില്ലാതെ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഇതിൽ ഈ എഡി ഹാവിനെ സംബന്ധിച്ചിടത്തോളം ഈ യാത്ര അത്ര എളുപ്പമായിരുന്നില്ല. പ്രീമിയർ ലീഗിൻ്റെ ടേബിളിൽ 1-ാം സ്ഥാനത്തിരിക്കുന്നവർ പരാജയപ്പെടുത്തിന്, 2-ാം സ്ഥാനത്തിരിക്കുന്നവർ പരാജയപ്പെടുത്തിന്, 3-ാം സ്ഥാനത്തിരിക്കുന്നവർ പരാജയപ്പെടുത്തിന്, 4-ാം സ്ഥാനത്തിരിക്കുന്നവർ പരാജയപ്പെടുത്തിന്. അങ്ങനെയാണ് അവർ കരാബാ കപ്പ് കിരീടം സ്വന്തമാക്കിയുള്ളത്. അത്തരത്തിലുള്ളൊരു യാത്രയായിരുന്നു. സെമി ഫൈനലിൽ ആർട്ടറ്റയുടെ ആഴ്സണലിനെ ഔട്ട് ക്ലാസ് ചെയ്യുന്ന നമുക്ക് കാണാൻ സാധിച്ചു 2 ലെഗുകളിലായിട്ട്. ഫൈനലിൽ പ്രീമിയർ ലീഗ് ചാമ്പ്യന്മാരാകാൻ പോകുന്ന ലിവർപൂളിനാണ് അവർ പരാജയപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിൽ എന്താണ്, ഇതൊരു ഇൻക്രെഡിബിൾ വിക്ടറിയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. മാത്രമല്ല ന്യൂക്കാസിലിൻ്റെ ആരാധകർ പ്രതീക്ഷിക്കുന്നുണ്ടാവുക ഇതൊരു തുടക്കം മാത്രമായിരിക്കും എന്നുള്ളതായിരിക്കും. കാരണം വെച്ചാൽ 2021 വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് ഇപ്പോൾ അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. അതിൻ്റെ ആ ഒരു കാരണം കൊണ്ട് തന്നെയാണ് ടൊണാലിയെ പോലെ, ബ്രൂണോ ഗിമരേഷിനെ പോലെയുള്ള പ്ലേയേഴ്സൊക്കെ അങ്ങോട്ടേക്ക് വന്നുള്ളത്. ഇസാക്കിനെ പോലെയുള്ള പ്ലേയേഴ്സിനൊക്കെ അവർക്ക് സൈൻ ചെയ്യാൻ സാധിച്ചു എന്നുള്ള കാര്യം ഓർക്കണം. അപ്പോൾ ഈ വിജയത്തിൽ ഇൻവെസ്റ്റ്മെൻറ്റിന് വലിയ പങ്കുണ്ട്. പക്ഷേ ബ്രൂണോ ഗിമരേഷ് പറഞ്ഞ പോലെ ഈ ആരാധകർ ഈ കിരീടം ഡിസേർവ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഇതിൽ മത്സരത്തിൽ ലിവർപൂളിനെ സംബന്ധിച്ചിടത്തോളം തുടക്കം മുതൽ ന്യൂക്കാസിലിൻ്റെ ആ എനർജിയെ മാച്ച് ചെയ്യാനേ സാധിക്കണമായിരുന്നില്ല. നമ്മൾ ഡ്യൂലുകൾ വിൻ ചെയ്ത രീതി നോക്കിക്കഴിഞ്ഞാൽ അതിപ്പോൾ ഏരിയൽ ഡ്യൂലുകളായിക്കോട്ടെ, ഗ്രൗണ്ട് ഡ്യൂലുകളായിക്കോട്ടെ, എല്ലാത്തിലും മുന്നിൽ ന്യൂക്കാസിൽ തന്നെയായിരുന്നു. നമുക്കറിയാം മിഡ് വീക്കിൽ ആ ഒരു ചാമ്പ്യൻസ് ലീഗിലെ ഹാർട്ട് ബ്രേക്ക് നേരിടേണ്ട ഒരു അവസ്ഥയുണ്ടായിരുന്നു ലിവർപൂളിന്. അതിൽ തന്നെ ഒരുപാട് മിനിറ്റ്സ് ഒരു കളിക്കേണ്ട സിനാരിയോ ഉണ്ടായിരുന്നു. എക്സ്ട്രാ ടൈമിലേക്ക് മത്സരം കടന്നു പോയിട്ടുണ്ടായിരുന്നു. ന്യൂക്കാസിലിനാണെങ്കിൽ എന്താ പറയുക, ഫ്രഷ് വീക്കും കാര്യങ്ങളും നല്ല റെസ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അവർക്ക് കൃത്യമായിട്ടും ഈ മത്സരത്തിന് പ്രിപ്പയർ ചെയ്യാനായിട്ട് ഇഷ്ടംപോലെ സമയം കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലിവർപൂളിന് മിഡ് വീക്കിലൊരു ഹാർട്ട് ബ്രേക്ക് നേരിടേണ്ടി വന്നു. അതിനുശേഷം ഇപ്പോൾ വീക്കെൻഡിലും മറ്റൊരു ഹാർട്ട് ബ്രേക്ക് നേരിടേണ്ട അവസ്ഥയാണ് വന്നിട്ടുള്ളത്. ഫറ്റീഗ് കൃത്യമായിട്ട് നമുക്ക് ലിവർപൂൾ പ്ലേയേഴ്സിൽ കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് വലിയൊരു ചോദ്യം ബാക്കി വെക്കുന്നുണ്ട്. ആർണെ സ്ലോട്ടിന് ടീമിനെ കുറച്ചുകൂടി ബെറ്ററായിട്ട് റൊട്ടേറ്റ് ചെയ്യിപ്പിക്കാമായിരുന്നില്ലേ എന്നുള്ളത്. അത് വലിയൊരു ചോദ്യമായിട്ട് നിൽക്കുന്നൊരു സംഭവമാണ്. പ്രത്യേകിച്ച് ആ സൗത്താംപ്ടനെതിരെയൊക്കെയുള്ള ആ ഒരു മത്സരത്തിലൊക്കെ കുറേ കൂടി അദ്ദേഹത്തിന് റൊട്ടേറ്റ് ചെയ്യാമായിരുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമായിട്ടുള്ള സംഭവം തന്നെയാണ്. അതേപോലെ തന്നെ KSA പോലെയുള്ള പ്ലേയേഴ്സിനെയൊക്കെ കൂടുതൽ യൂട്ടിലൈസ് ചെയ്യണമായിരുന്നു. ഏലിയറ്റിനെ പോലെയുള്ള പ്ലേയേഴ്സിനെയൊക്കെ കൂടുതൽ യൂട്ടിലൈസ് ചെയ്യണമായിരുന്നു. എൻഡോയെ കൂടുതൽ യൂട്ടിലൈസ് ചെയ്യണമായിരുന്നു. അത്തരത്തിൽ കുറേ കാര്യങ്ങൾ പറയാൻ പറ്റും. പിന്നെ ഒബ്വിയസ്ലി ആർണെ സ്ലോട്ടിനെ സംബന്ധിച്ചോളം അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് സീസണാണ്. അതിന് കാര്യമായിട്ടുള്ള ബാക്കിംഗ് ട്രാൻസ്ഫർ മാർക്കറ്റിൽ കിട്ടിയില്ല എന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടുള്ള സംഭവമാണ്. ആകെ ഒരു KSA മാത്രമേ കൊണ്ടുവന്നിട്ടുള്ളൂ. ആ KSA ആണെങ്കിൽ കാര്യമായിട്ട് യൂസ് ചെയ്തില്ല. തുടക്കത്തിൽ ഇഞ്ചുറിയും കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടുള്ള സംഭവമാണ്. അപ്പോൾ ഇവിടെ ജർഗൻ ക്ലോപ്പിൻ്റെ ആ ടീമിനെ വെച്ചുകൊണ്ട് തന്നെയാണ് ആർണെ സ്ലോട്ട് കളിച്ചിട്ടുണ്ടായിരുന്നത്. പ്രീമിയർ ലീഗ് ടൈറ്റിൽ അടിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ തന്നെ അതൊരു ഇൻക്രെഡിബിൾ സീസൺ ആയിരിക്കും ലിവർപൂളിനെ സംബന്ധിച്ചോളം. ലിവർപൂൾ ആരാധകരെ സംബന്ധിച്ചോളം ഒബ്വിയസ്ലി ഡിസപ്പോയിൻമെൻറ്റും കാര്യങ്ങളുണ്ടായിരിക്കും. ചാമ്പ്യൻസ് ലീഗിൽ നിന്ന് പുറത്തായ വിധവും അതേപോലെ തന്നെ കരാബാ കപ്പിൻ്റെ ഫൈനലിൽ പരാജയപ്പെട്ട ആ ഒരു രീതി കൂടി കൺസിഡർ ചെയ്യുമ്പോൾ, പക്ഷേ ഓവറോൾ അവർക്ക് ടൈറ്റിൽ അടിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ 12 പോയിൻറ്റ്സിൻ്റെ ഡിഫറൻസ് ഉണ്ട്. അവരടിക്കുമെന്ന് തന്നെയാണ് ഞാനിപ്പോഴും വിശ്വസിക്കുന്നത്. ഇത് ബോട്ടിൽ ചെയ്യാൻ സാധ്യത വളരെ 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 കുറവാണ്. അപ്പോൾ അങ്ങനെ പ്രീമിയർ ലീഗ് ടൈറ്റിൽ അടിച്ചു കഴിഞ്ഞാൽ ആർണെ സ്ലോട്ടിൻ്റെ ടീമിനെ സംബന്ധിച്ചിടത്തോളം അതൊരു ഇൻക്രെഡിബിൾ സീസൺ തന്നെയാണ്. ലിവർപൂൾ ആരാധകർക്ക് ആഘോഷിക്കാനുള്ള വകുപ്പ് തന്നെയുണ്ട്. 20ാമത്തെ പ്രീമിയർ ലീഗ് ടൈറ്റിലായിരിക്കും അവരടിക്കാൻ പോകുന്നത്. ചെറിയൊരു കാര്യമല്ല അതെന്നുള്ളത് ഞാൻ മുമ്പും പറഞ്ഞതാണ്. ചെറിയൊരു കാര്യമേ അല്ല. എന്തായാലും ഈ മത്സരത്തിൽ ന്യൂക്കാസിൽ യുണൈറ്റഡ് അവരെ ഔട്ട് ക്ലാസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കംപ്ലീറ്റ്ലി ഔട്ട് ക്ലാസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ന്യൂക്കാസിൽ യുണൈറ്റഡിൽ ആൻ്റണി ഗോർഡനൊക്കെ സസ്പെൻഷനായിരുന്നു. അതുകൊണ്ട് അതിന് കളിക്കാൻ സാധിച്ചില്ല. ഹാവി ബാൺസാണ് ആ ലെഫ്റ്റ് സൈഡിൽ കളിച്ചിട്ടുണ്ടായിരുന്നത്. റൈറ്റ് സൈഡിൽ മർഫി, സ്ട്രൈക്കറായിട്ട് അലക്സാണ്ടർ ഇസാക്ക്, മിഡ്ഫീൽഡിലുണ്ടല്ലോ ജോലിൻറ്റൺ, അതേപോലെ തന്നെ ബ്രൂണോ ഗിമരേഷ്, ടൊണാലി. ആ മിഡ്ഫീൽഡ് ട്രിയോ ശരിക്കും എല്ലാം കൊടുത്തിട്ടുണ്ടായിരുന്നു. എല്ലാം കൊടുത്തു. ഡിഫൻസിലേക്ക് പോയി കഴിഞ്ഞാൽ ഡാൻ ബേൺ, ഫാബിയൻ ഷെയർ, പിന്നെ ലിവ്രമെൻറ്റോ റൈറ്റ് ബാക്കാണ് ചെങ്ങായി നാച്ചുറലി, ലെഫ്റ്റ് ബാക്കായിട്ടാണ് കളിച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ട്രിപ്പിയർ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പ്രൊജക്റ്റിൽ ആദ്യം വിശ്വാസം അർപ്പിച്ചിട്ട് അത്ലറ്റിക്കോ മാഡ്രിഡിലും വന്നിട്ടുള്ള ഒരാളാണെന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അല്ലേ. അപ്പോൾ സൗദി ടേക്ക് ഓവർ നടന്നതിന് ശേഷമുള്ള ഫസ്റ്റ് സൈനിങ് ആണ് ട്രിപ്പിയർ എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അദ്ദേഹം സ്റ്റാർട്ട് ചെയ്യുന്നു. നിക് പോപ്പ് വലകാക്കാനായിട്ടുണ്ടായിരുന്നു. ലിവർപൂളിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ആ മിഡ്ഫീൽഡിൽ ഗ്രാവൻബർഗും സോബോസ്ലൈയും മക്കാലിസ്റ്ററും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് മത്സരങ്ങൾ അവർ ഈ സീസണിൽ കളിച്ചിട്ടുള്ളതാണ്. പക്ഷേ എന്താണ്, ട്രെൻഡ് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ക്വാൻസ എന്ന് പറയുന്ന സെൻറ്റർ ബാക്കിനെ റൈറ്റ് ബാക്കായിട്ട് കളിപ്പിക്കേണ്ട ഒരു അവസരം ഉണ്ടായിരുന്നു. കാരണം വെച്ചാൽ ബ്രാഡ്ലിക്കും ഇഞ്ചുറി പറ്റിയിരിക്കുന്നതാണ് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പോൾ കൊനാട്ടയും വാൻഡേക്കും, കൊനാട്ടയ്ക്കാണെങ്കിൽ ആ PSG ക്കുള്ള മത്സരത്തിൽ അവസാനം കയറേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. കംപ്ലീറ്റ്ലി ഗ്യാസ്ഡ് ആയിട്ടായിരുന്നു ചങ്ങായി. ലെഫ്റ്റ് ബാക്കായിട്ട് റോബർട്ട്സൺ, പിന്നെ സ്ട്രൈക്കറായിട്ട് ജോട്ട സ്റ്റാർട്ട് ചെയ്യുന്നു. ലെഫ്റ്റിൽ ലൂയിസ് ഡിയാസ്, മുഹമ്മദ് സല റൈറ്റ് സൈഡിൽ. ഇതായിരുന്നു ലൈനപ്പുകൾ ഉണ്ടായിരുന്നത്. പക്ഷേ ഇതിൽ ഞാൻ പറഞ്ഞല്ലോ, ന്യൂക്കാസിൽ യുണൈറ്റഡിൻ്റെ ഡിസയർ, അവരുടെ പാഷൻ, അത് ശരിക്കും നമുക്ക് ഗ്രൗണ്ടിൽ കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. ആ പാഷനെയും ആ ഡിസയറിനെയും അവരുടെ എനർജിയെ മാച്ച് ചെയ്യാൻ ലിവർപൂളിന് സാധിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പം
ക്രൗഡിൻ്റെ എനർജിയും ആ വെംബ്ലിയിൽ നമുക്ക് വല്ലാത്ത രീതിയിലുള്ള ന്യൂകാസിൽ യുണൈറ്റഡ് ആരാധകരുടെ നോയ്സ് കേൾക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നു. ഒബ്വിയസ്ലി അതിൽ പലരും ഭയങ്കര നെർവസൊക്കെ ആയിട്ടുണ്ടായിരിക്കും അല്ലേ. 2 വർഷങ്ങൾക്ക് മുമ്പ് ആ ഒരു കറബാ കപ്പിൻ്റെ ഫൈനലിലേക്ക് പോകുന്ന സിനാരിയോയിൽ ഒരു ന്യൂകാസിൽ യുണൈറ്റഡ് ആരാധകനായിട്ടുള്ള വയോവൃദ്ധനോട് മത്സരത്തിന് മുമ്പായിട്ട് ചോദിക്കുന്നതിൽ എന്താണ് ഫീൽ ചെയ്യുന്നുള്ളത്. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് ഭയങ്കര നെർവസ് ആണെന്നുള്ളത്. കാരണം വെച്ചാൽ ഒരുപാട് വർഷത്തെ കാത്തിരിപ്പാണേ, ഒരു മനുഷ്യായുസിൻ്റെ കാത്തിരിപ്പാണ് അല്ലേ, ഒരു മനുഷ്യായുസിൻ്റെ കാത്തിരിപ്പ്. അപ്പോൾ അങ്ങനെ ഫൈനലിലേക്ക് എത്തിയിരിക്കുകയാണ്. അതിന് മുമ്പ് ഒരുപാട് ഫൈനലുകളിൽ അവർ ചോക്ക് ചെയ്യുന്നത് കണ്ടിട്ടുള്ളൊരു മനുഷ്യനായിരിക്കണം. അപ്പോൾ ആ സമയത്ത് നെർവസ് ആയിരുന്നു. അപ്പോൾ അത്തരത്തിൽ നെർവസ് ആയിട്ടുള്ള ഒരുപാട് ആളുകൾ ആ ഗ്രൗണ്ടിൽ ഉണ്ടായിരിക്കണം. ഒരുപാട് ആളുകൾ ഓൾ ഓവർ ദി വേൾഡിൽ ഇരുന്ന് കളി കണ്ടിട്ടുണ്ടായിരിക്കണം. പക്ഷേ എന്താണ്, ബ്രൈറ്റായിട്ടാണ് ന്യൂകാസിൽ യുണൈറ്റഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ബ്രൈറ്റായിട്ട് അവർ പൊസഷൻ സറണ്ടർ ചെയ്യാനൊക്കെ ഓക്കെ ആയിരുന്നു. പക്ഷേ എന്താണ്, ഒരു 4-5-1 ഓഫ് ദ ബോൾ ഷേപ്പ് മനോഹരമായിട്ട് അവർ ഹാൻഡിൽ ചെയ്യുന്നു. ആ ജോലിൻ്റെ ഒക്കെ കളി ഉണ്ടായിരുന്നു. ഞാൻ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നത് V16 എഞ്ചിൻ്റെ പെർഫോമൻസ് ആയിരുന്നു എന്നുള്ളതാണ്. വാട്ട് എ പെർഫോമൻസ് മാൻ. എല്ലായിടത്തും ജോലിൻ്റെ ഉണ്ടായിരുന്നു. ജോലിൻ്റെ ഹീറ്റ് മാപ്പ് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ കംപ്ലീറ്റ് ആ ഗ്രൗണ്ട് മുതലൊരു സ്റ്റേഡിയം ഉണ്ടായിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. അമ്മാതിരി വർക്ക് റേറ്റാണ് ചങ്ങായി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല ഓരോ ടാക്കിളുകൾ നടത്തുമ്പോഴും ഓരോ ഇൻ്റർസെപ്ഷൻസ് നടത്തുമ്പോഴും അദ്ദേഹം പംപ്ഡ് ആകുന്നു. അതായത് ബെയർ മിനിമം ഒരു ഫാന് എന്താണോ തൻ്റെ പ്ലെയറിൽ നിന്നും കാണേണ്ടത് കൃത്യമായിട്ടും ജോലിൻ്റൻ കാണിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു ഇന്നലെ ജോലിൻ്റൻ. ഇത്രയേ വേണ്ടുള്ളൂ. അതായത് നിങ്ങൾ ചത്ത് കളിച്ച് തോറ്റാൽ പോട്ടേന്ന് വെക്കും ഒരു ഫാൻ, ഏതൊരു ഫാനും. അതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. നിങ്ങൾ ബാഡ്ജിന് വേണ്ടിയിട്ട് ആ ഗ്രൗണ്ടിൽ മരിച്ച് കളിച്ചു കഴിഞ്ഞാണ്ടല്ലോ, ഇനി റിസൾട്ട് പ്രതികൂലമായി കഴിഞ്ഞാലും ആരാധകർ നിങ്ങൾക്ക് വേണ്ടി കൈയടിക്കും. അതാണ് ഫുട്ബോൾ ഫാൻസ് എന്ന് പറഞ്ഞാൽ. പക്ഷേ ഒരു എഫേർട്ട് കാണാതിരുന്നു കഴിഞ്ഞാൽ, ബെയർ മിനിമമായിട്ട് വേണ്ടത് ആ എഫേർട്ടാണ്. അത് കണ്ടിട്ടില്ലെങ്കിൽ ഒബ്വിയസ്ലി ഫാൻസിന് ഫ്രസ്ട്രേഷൻ വരും. അപ്പോൾ ജോലിൻ്റനൊക്കെ ഉണ്ടല്ലോ, ആ മൊത്തത്തിലുള്ള എനർജി ലെവൽ ആരാധകരുടെയും കൂട്ടുന്ന തരത്തിലുള്ള പരിപാടിയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ന്യൂകാസിലിൻ്റെ ആരാധകർ ബസ്സിങ് ആയിരുന്നു. ഭയങ്കരമായിട്ട് നോയ്സ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അവരെ പമ്പ് ചെയ്യാൻ ഈ ചങ്ങായിക്ക് സാധിക്കുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഡെസിബൽ ലെവൽ റേസ് ചെയ്യാൻ ചങ്ങായിക്ക് സാധിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പിന്നെ കുറച്ച് ഡീപ്പായിട്ട് കളിക്കുന്നൊരു സിനാരിയോ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ടൊണാലിയും ബ്രൂണോജിയും കുറച്ചുകൂടെ ഫ്രണ്ടിലേക്ക് കയറിയിട്ട് പ്രസ് ചെയ്യുന്ന അവസരങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ തന്നെ ലിവ്രമെൻറ്റോ, അദ്ദേഹത്തിൻ്റെ ബോൾ ക്യാരിങ് എബിലിറ്റി, അദ്ദേഹത്തിൻ്റെ എനർജി, അതൊക്കെ ഈ മത്സരത്തിൽ കാര്യമായിട്ട് ന്യൂകാസിലിനെ യൂസ് ചെയ്യാൻ പറ്റി. ആ ഒരു രണ്ടാമത്തെ ഗോൾ അത് നമ്മൾ കണ്ടതുമാണ്. ഹാവി ബാൺസുമായിട്ടുള്ള ലിങ്കപ്പ് മനോഹരമായിരുന്നു. മുഹമ്മദ് സലയെ പൂട്ടിയിടാൻ ലിവ്രമെൻറ്റോ എന്ന് പറയുന്ന കോബ്ഹാം പ്രൊഡക്റ്റിന് സാധിച്ചിട്ടുണ്ടായിരുന്നു. ഗ്രേറ്റ് സൈനിങ് ആണ് ന്യൂകാസിലിനെ സംബന്ധിച്ചിടത്തോളം ചെൽസിയിൽ നിന്നും ലിവ്രമെൻറ്റോയെ സൈൻ ചെയ്തെന്നുള്ളത് എടുത്തു പറയേണ്ട സംഭവമാണ്. അത് ചെൽസിക്ക് ഇവരുടെ ഒന്നും വാല്യൂകൾ കൃത്യമായിട്ട് അനലൈസ് ചെയ്യാൻ സാധിക്കുന്നില്ല. അത് എന്നെ സംബന്ധിച്ചോളം വിഷമമുണ്ടാകുന്നൊരു കാര്യമാണ്. പക്ഷേ മറ്റ് ക്ലബ്ബുകൾ എന്താണ് വാല്യൂ എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുന്നു. അവർ അതിനനുസരിച്ച് അവർക്ക് അവസരം കൊടുക്കുന്നു. അവരത് ബിഗ് സ്റ്റേജിൽ ഇപ്പോൾ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ലിവ്രമെൻറ്റോ ഹാഡ് എ ക്ലാസ് ഗെയിം. പിന്നെന്താണ്, ബ്രൂണോ ഗിമരഷ് എന്ന് പറയുന്ന ബ്രസീലിയൻ മിഡ്ഫീൽഡർ, ടെനേഷ്യസ് ആയിട്ടുള്ള, ടെക്നിക്കലി വളരെ സൗണ്ട് ആയിട്ടുള്ള മിഡ്ഫീൽഡർ. അദ്ദേഹം എന്താ പറയുക, ന്യൂകാസിലിൻ്റെ ആരാധകരുടെ ഹൃദയം കീഴടക്കിയിരിക്കുകയാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. അതായത് പിന്നെ ബോബി മോൺകൂറിനും ജിമ്മി സ്കുലാറിനും ശേഷം ന്യൂകാസിലിന് വേണ്ടിയിട്ട് കിരീടം നേടിക്കൊടുക്കുന്ന ക്യാപ്റ്റനായിട്ട് മാറിയിരിക്കുകയാണ് ഈ ബ്രസീലിയൻ. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ആ ഒരു വരവ്, ഈ പ്രൊജക്റ്റിലേക്കുള്ള വരവ്, അദ്ദേഹം ആ ഒരു സാഹചര്യത്തിൽ പറഞ്ഞിട്ടുള്ള വാക്കുകൾ, അദ്ദേഹം പറഞ്ഞത് ഐ വാണ്ട് ടു മേക്ക് ഹിസ്റ്ററി വിത്ത് ദിസ് ക്ലബ്ബ് എന്നുള്ളതാണ്. അതിപ്പോൾ അദ്ദേഹം ചെയ്ത് കാണിച്ചിരിക്കുകയാണ്, പ്രവൃത്തിയിലൂടെ അദ്ദേഹം ചെയ്ത് കാണിച്ചിരിക്കുകയാണ്. മാത്രമല്ല അദ്ദേഹം പറയുന്നതെന്ന് വെച്ചാൽ, അദ്ദേഹം ഒരു സമയത്ത് ഇവിടെ നിന്ന് പടിയിറങ്ങി പോകുമ്പോൾ അലൻ ഷീറർക്ക് വേണ്ടി പാടുന്ന പോലെ തനിക്ക് വേണ്ടിയിട്ടും ഇവിടുത്തെ ആരാധകർ പാടണം എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം എന്നുള്ളതാണ്. അത് എന്തായാലും നടക്കും എന്നുള്ള കാര്യം സംശയം വേണ്ട. ബ്രൂണോജിക്ക് മാത്രമല്ല, ഇന്നലെ ആ ഗ്രൗണ്ടിൽ ന്യൂകാസിലിൻ്റെ കുപ്പായം ധരിച്ചുകൊണ്ട് കളിച്ച ഓരോരുത്തർക്ക് വേണ്ടിയിട്ടും കൃത്യമായിട്ടുള്ള പാട്ടുകളും ചാൻറ്റുകളും ന്യൂകാസിലിൻ്റെ ആരാധകർ തയ്യാറാക്കി വെച്ചിട്ടുണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. അവരിത് ആഘോഷിക്കും. എത്ര നാൾ വേണമെങ്കിലും അവർ ആഘോഷിക്കും. അതിനൊരു മടിയില്ലാത്തവരാണെന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ബ്രൂണോജി ആണെങ്കിൽ ഒരുപാട് ഡ്യൂലുകൾ വിൻ ചെയ്തിട്ടുണ്ടായിരുന്നു മിഡ്ഫീൽഡിൽ. ആ ഒരു ന്യൂകാസിൽ യുണൈറ്റഡിൻ്റെ മിഡ്ഫീൽഡിൽ അദ്ദേഹം മാത്രം 9 ഡ്യൂലുകൾ വിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ലിവർപൂളിൻ്റെ മിഡ്ഫീൽഡ് പ്ലെയേഴ്സ് എല്ലാവരും കമ്പൈൻ ചെയ്ത് വിൻ ചെയ്തിട്ടുള്ള ഡ്യൂലുകളുടെ എണ്ണം 8 ആയിരുന്നു. പക്ഷേ ഇവിടെ 9 ഡ്യൂലുകൾ ബ്രൂണോജി മാത്രം വിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത്തരത്തിലുള്ള പെർഫോമൻസ്. പക്ഷേ ആ ഖിയേസ ഗോളടിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്താണ് പൊസഷൻ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത് ആ ഒരു ഹാഫ് വേലിൻ്റെ അടുത്ത് എന്നുള്ളൊരു കാര്യം എടുത്ത് പറയണതായിരുന്നു. പക്ഷേ അതൊന്നും ആരുടെയും ഓർമ്മയിലുണ്ടായിരിക്കില്ല അല്ലേ. അതൊക്കെ മറന്നു പോയിട്ടുണ്ടാകും ആളുകൾ. എന്തിനാണ് ഓർത്തെടുക്കേണ്ടത്? പിന്നെന്താണ്, ഈ 1977
74 ഇവർ FA കപ്പിൻ്റെ ഫൈനലിൽ ലിവർപൂളിനെതിരെയാണ് പരാജയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. പിന്നീട് 76 മാഞ്ചസ്റ്റർ സിറ്റിക്കെതിരെ 2-1 എന്നുള്ള സ്കോറിന് പരാജയപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ അവർ കപ്പ് ഫൈനൽ കളിക്കുന്ന 1998 അലൻ ഷീററൊക്കെ ഉണ്ടെന്ന്. അത് ആർസണലിനെതിരെ അന്നും വെങ്കറിൻ്റെ ടീമിനെതിരെ അവർ പരാജയപ്പെടുന്നു 2-0 എന്നുള്ള സ്കോറിന്. പിന്നീട് തൊട്ടടുത്ത വർഷം അവർ ഫൈനലിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു FA കപ്പിൻ്റെ. 99 സർ അലക്സ് ഫെർഗസൻ്റെ ട്രബിൾ വിന്നിങ് സൈഡായിട്ടുള്ള മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെതിരെയാണ് അവർ ഫൈനലിൽ പരാജയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അന്ന് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആദ്യം ഗോൾ കളിക്കുന്നതിന് മുമ്പ് അലൻ ഷീറർ പോസ്റ്റിലേക്ക് അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള വേദനകൾ അനുഭവിച്ചിട്ടുണ്ടായിരുന്നു ഇവർ. 2023 ഫൈനലിൽ സംഭവിച്ചതിനെ കുറിച്ച് നമുക്കറിയാം. എറിക് ടെൻ ഹാഗിൻ്റെ കീഴിൽ എങ്ങനെയാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് കിടം സ്വന്തമാക്കിയെന്ന്, കസമീറയുടെയൊക്കെ ഇമ്പാക്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഇവരുടെ ഈ പ്രീമിയർ ലീഗ് ക്യാമ്പയിനിൽ അവർ വക്കത്തെത്തിയിട്ടുള്ള അവസരങ്ങളുണ്ട്. 95-96 സീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാനുവരിയൊക്കെ ആയപ്പോൾ അവർക്ക് 12 പോയിൻറ്റ്സിൻ്റെ ലീഡൊക്കെ ഉണ്ടായിരുന്നു. 12 പോയിൻറ്റ്സിൻ്റെ ലീഡ്. പക്ഷേ പിന്നീട് അവർ ചോക്ക് ചെയ്തു. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് അവരുടെ ഫോം ഡ്രാസ്റ്റിക്കലി ഇമ്പ്രൂവ് ചെയ്തു. എറിക് ആൻ്റണ സസ്പെൻഷനിൽ തിരിച്ചു വന്നതോടുകൂടിയിട്ട് മാത്രമല്ല അവർ തുടരെ വിജയങ്ങൾ കരസ്ഥമാക്കുന്നു. ന്യൂകാസിൽ യുണൈറ്റഡ് ചോക്ക് ചെയ്യുന്നു. അവർക്ക് കിരീടം നഷ്ടപ്പെടുന്നൊരു അവസരം ഉണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള ഒരുപാട് ബോട്ട്ലിംഗ് ജോബ്, ഒരുപാട് വേദനകൾ അനുഭവിച്ചൊരു ക്ലബ്ബാണ് ന്യൂകാസിൽ യുണൈറ്റഡ്. അപ്പോൾ കൃത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർ അവസാനമായിട്ടൊരു കിരീടം സ്വന്തമാക്കിയതിന് ശേഷം ഈ ഇംഗ്ലീഷ് പിരമിഡിൽ 92 ടീമുകളിൽ 30 പേരും കപ്പുകൾ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനത്തെ ഒരു കാത്തിരിപ്പായിരുന്നു അവർക്കുണ്ടായിരുന്നത്. അതിനാണ് വിരാമം സംഭവിച്ചിട്ടുള്ളത്. മാത്രമല്ല 2759 കോമ്പറ്റിറ്റീവ് മത്സരങ്ങൾക്ക് ശേഷം അവർ കിരീടത്തിൽ മൊത്തമിട്ടിരിക്കുകയാണ്. അപ്പോൾ അത്തരത്തിൽ ഇതിൻ്റെ ഒരു ഡെപ്ത്, വ്യാപ്തി എത്രത്തോളാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? എനിക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട്. നിങ്ങൾക്കും മനസ്സിലായിട്ടുണ്ടാവും തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതൊരു ഫാന്റാസ്റ്റിക് സംഭവമാണത്. ആ ആരാധകരുടെ ഒരു അവസ്ഥ ഒന്ന് ആലോചിക്കുക. ആ ആരാധകർ, അതായത് കണ്ണിൽ നിന്നിങ്ങനെ വെള്ളം വരികയാണ്. അത് എന്താ പറയുക, ആനന്ദക്കണ്ണീരെന്ന് പറയുമല്ലോ നമ്മൾ, അതാണ്. പക്ഷേ വിജയത്തിനും വേദന ഉണ്ടാവും ചില സാഹചര്യങ്ങളിലല്ലേ. കാരണം വല്ലാത്തൊരു വേദനയാണ്. കാരണം അവർ ചിലപ്പോൾ ആ ഒരു സിനാരിയോയിൽ ഇത് കാണാൻ ആഗ്രഹിച്ചിട്ട്, അത് വല്ലാത്ത രീതിയിൽ ആഗ്രഹിച്ചിട്ട് അത് നടക്കാതെ പോയ ആളുകളെ കുറിച്ചിട്ടും ആലോചിക്കുന്നുണ്ടായിരിക്കില്ലേ. അവരുടെ ചിലപ്പോൾ റിലേറ്റീവ്സ് ആയിരിക്കാം, അവിടെ അച്ഛനോ അമ്മയോ ആരെങ്കിലും ആയിരിക്കാം, ചിലപ്പോൾ മകനോ ആരെങ്കിലുമൊക്കെ ആയിരിക്കാം. ഒരുപാട് ആഗ്രഹിച്ചിട്ട് അത് കാണാതെ പോയ ഒരുപാട് ആളുകളെക്കുറിച്ചും ആ ഒരു സിനാരിയോയിൽ ഈ ന്യൂകാസിലിൻ്റെ ആരാധകർ ചിന്തിച്ചു പോയിട്ടുണ്ടാവുന്നതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. അപ്പോൾ അതുകൊണ്ട് എന്താണ്, ആ വിജയത്തിനും ഇത്തിരി വേദനയൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. വല്ലാത്തൊരു അനുഭൂതിയായിരിക്കും അത്. എങ്ങനെയത് പറയാമെന്ന് എനിക്കറിയില്ല. അത് അനുഭവിച്ചറിയേണ്ട തരത്തിലൊരു സംഭവം ആയിരിക്കുമല്ലോ അല്ലേ. വല്ലാത്തൊരു സംഭവം തന്നെയാണ്. ന്യൂകാസിലിൻ്റെ ആരാധകരെ സംബന്ധിച്ചോളം അവർ എത്ര ദിവസം ഉറങ്ങാതിരിക്കുന്നതാണ്. അല്ലെങ്കിൽ എത്ര തവണ ഈ മത്സരത്തിൻ്റെ ഹൈലൈറ്റ്സുകൾ കണ്ടുകൊണ്ടിരിക്കും, എത്ര തവണ ബ്രൂണോ ഗിമറേഷിൻ്റെ ആ ഒരു ഇൻ്റർവ്യൂ കാണും, എത്ര തവണ അവർ ഡാൻ ബേണിൻ്റെ ആ ഒരു ഗോൾ കാണും, ഇസാക്കിൻ്റെ ആ ഗോൾ കാണും, എനിക്കറിയില്ല. അപ്പോൾ മാത്രമല്ല ഈ ഇസാക്ക്, വാട്ട് എ പ്ലെയർ മാൻ, വാട്ട് എ പ്ലെയർ. അലക്സാണ്ടർ ഇസാക്ക് ആൾ റിയാൽ സോസിഡാഡിൽ ഉണ്ടായിരിക്കുന്ന സിനാരിയോയിൽ 33 വർഷങ്ങൾക്ക് ശേഷം, 3 പതിറ്റാണ്ടുകൾക്ക് ശേഷം സോസിഡാഡ് ഒരു കപ്പ് അടിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് ന്യൂകാസിലിലേക്ക് വരുന്നു. ന്യൂകാസിലേക്ക് വന്നതിന് ശേഷം അവരുടെ ആ ഒരു വരൾച്ചയ്ക്കും വിരാമം സംഭവിക്കുമ്പോൾ ഈ ചങ്ങായി ഫൈനലിൽ ക്ലച്ച് മൊമെൻറ്റിൽ ഗോൾ അടിച്ചിരിക്കുകയാണ്. വാട്ട് എ ഫുട്ബോളാ. അതായത് നല്ല നീളമുള്ളൊരു മനുഷ്യൻ ബോളുമായിട്ട് ചങ്ങായി ഗ്ലൈഡ് ചെയ്ത് പോകുന്നത് കാണാൻ തന്നെ ഭയങ്കര രസമാണ്. മാത്രമല്ല ബോക്സിലുള്ള അദ്ദേഹത്തിൻ്റെ പ്രസൻസ്, അദ്ദേഹത്തിന് എന്താ പറയുക, ഏത് തരത്തിലുള്ള ഗോൾ അടിക്കാൻ പറ്റും. മാത്രമല്ല അതിനൊരു ഫ്രണ്ട് ഏരിയയിൽ ലെഫ്റ്റിൽ നിന്ന് കട്ടിൻ സൈഡ് വരാൻ പറ്റും, റൈറ്റിൽ നിന്ന് കട്ടിൻ സൈഡ് വരാൻ പറ്റും, ബോക്സിൽ ഡോമിനേറ്റ് ചെയ്യാൻ പറ്റും, പല തരത്തിലുള്ള ഗോളുകൾ അടിക്കാൻ പറ്റും. വളരെ അജൈലായിട്ടുള്ളൊരു ചങ്ങായിയാണ്. നല്ല മൂവ്മെൻറ്റ് നടത്തും, നല്ല രീതിയിൽ ലിങ്ക് പ്ലേയും കാര്യങ്ങൾ നടത്തും. ഒരു കംപ്ലീറ്റ് സെൻറ്റർ ഫോർവേഡ് നമുക്ക് വിളിക്കാൻ പറ്റുന്ന തരത്തിലുള്ള പ്ലെയറാണ് അലക്സാണ്ടർ ഇസാക്ക്. അത് ന്യൂകാസിലിനെ സംബന്ധിച്ചോളം അവരുടെ റിക്രൂട്ട്മെൻറ്റ് ടീമിന് നമുക്ക് കൈയടി കൊടുത്തേ മതിയാവുള്ളൂ. ഒബ്വിയസ്ലി നല്ല തുക കൊടുത്തുകൊണ്ട് തന്നെയാണ് കൊണ്ടുവന്നുള്ളത്. പക്ഷേ ബാക്കിയുള്ളവർക്കും കൊണ്ടുവരാമായിരുന്നല്ലോ. അവിടെയാണ് ഡാൻ ആഷ്വർത്ത് അതിൽ വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. ആ ഡാൻ ആഷ്വർത്തിനെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് സാക്കിയിട്ടുണ്ടായിരുന്നു, അത് വേറെ കാര്യം. എന്തായാലും അലക്സാണ്ടർ ഇസാക്ക് ഒരു മുതലാണ്, തനി തങ്കം. വാട്ട് എ ഫുട്ബോളാ. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞല്ലോ, കൂട്ടായ പ്രയത്നമായിരുന്നു. മേർഫിയൊക്കെ അണ്ടർ റേറ്റഡ് പ്ലെയറാണ്, അണ്ടർ റേറ്റഡ് പ്ലെയർ. അദ്ദേഹത്തിൻ്റെ ആ ഒരു എനർജിയും ആ ഒരു വിങ്ങിലുള്ള ടെനാസിറ്റിയും കാര്യങ്ങളൊക്കെ ന്യൂകാസിലിന് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. പിന്നെ ഈ പറഞ്ഞ പോലെ ടൊനാലി മിലാനിൽ നിന്നും ന്യൂകാസിലേക്ക് വരുന്നു, ഇവിടെ കപ്പ് ഉയർത്തുന്നു. ജോലിൻറ്റൺ ഒരു സ്ട്രൈക്കറായിരുന്നുള്ള കാര്യം ഓർക്കണം. സ്ട്രൈക്കർ എന്ന് പറഞ്ഞാൽ ഒരു ഫെയിൽഡ് സ്ട്രൈക്കർ. ആ ഫെയിൽഡ് സ്ട്രൈക്കറിനെ ഇമ്മാതിരി ഒരു മിഡ്ഫീൽഡറാക്കി മാറ്റിയത് എഡി ഹൗ തന്നെയാണ്. അതിന് എഡി ഹൗവിന് നമ്മൾ ക്രെഡിറ്റ് കൊടുക്കേണ്ടതാണ്. ഒപ്പം ഒബ്വിയസ്ലി ജോലിൻറ്റനും അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇച്ഛാശക്തിക്കും അദ്ദേഹത്തിൻ്റെ ആ ഒരു മെൻറ്റാലിറ്റിക്കും ക്രെഡിറ്റ് കൊടുത്തേ മതിയാകുള്ളൂ. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഓരോരുത്തരുടെയും കഥ പറഞ്ഞു കഴിഞ്ഞാൽ
ഈ വീഡിയോ അവസാനിക്കില്ല എന്നുള്ള കാര്യമാണ്. ഫാബിയൻ ഷെയർ ആൾക്കും ഇവിടെ ഒരു കിരീടം സ്വന്തമാക്കണമെന്നുള്ള അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു. നിക് പോപ്പ് ആ ഒരു മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെതിരെയുള്ള ഫൈനലിൽ കളിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അദ്ദേഹം ഈ മത്സരത്തിൽ 1-2 ക്രൂഷ്യൽ സേവുകൾ പുൾ ഓഫ് ചെയ്യുന്ന നമുക്ക് കാണാൻ സാധിച്ചു. നല്ല ഷോട്ട് സ്റ്റോപ്പറാണ്. ബെഞ്ചിൽ വന്നിട്ട് വിൽസണും വില്ലക്കും മിൽക്രാഫ്റ്റും അവരുടേതായിട്ടുള്ള ഒരു വർക്ക് റേറ്റും കോൺട്രിബ്യൂഷനും കൊടുത്തുകൊണ്ട് തന്നെയാണ് ഈ വിജയത്തിൽ പങ്കാളികളായിട്ടുള്ളത്. അപ്പോൾ ഇനി മത്സരത്തിലെ ടോക്കിംഗ് പോയിന്റ്സ് ഞാൻ പറഞ്ഞല്ലോ, ലിവർപൂളിനെ ഔട്ട് മസിൽ ചെയ്തിട്ടുണ്ടായിരുന്നു ന്യൂകാസിൽ യുണൈറ്റഡ്. അപ്പോൾ അതിൽ ഷോട്ട്സുകളുടെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ 7 അറ്റംപ്റ്റുകൾ മാത്രമേ ലിവർപൂൾ മത്സരത്തിലുടനീളം നടത്തിയിട്ടുള്ളൂ. അതിൽ 2 മാത്രമേ അവർക്ക് ടാർഗറ്റിലേക്ക് അടിക്കാൻ സാധിച്ചിട്ടുള്ളൂ. ഇപ്പുറത്താണെങ്കിൽ ന്യൂകാസിൽ യുണൈറ്റഡ് 17 അറ്റംപ്റ്റുകൾ നടത്തിയിട്ടുണ്ടായിരുന്നു. അതിൽ 6 അവർ ടാർഗറ്റിലേക്ക് അടിക്കുന്നു, 2 അവർ ഗോൾ അടിക്കുന്നു. ഒരു ഡിസലോ ഒരു ഗോൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അത്തരത്തിൽ എന്താ പറയുക, ഇതൊരു ഡോമിനൻറ്റ് പെർഫോമൻസ് ആയിരുന്നു. പൊസഷൻ സ്റ്റാറ്റ്സ് അത് ലിവർപൂളിനായിരുന്നു കൂടുതലുണ്ടായിരുന്നത്. പക്ഷേ ലിവർപൂളിന് ആ ഒരു സെൻട്രൽ ഏരിയയിലൂടെ ഒന്നും ക്രിയേറ്റ് ചെയ്യാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം വെച്ചാൽ ആ സെൻട്രൽ ഏരിയ പാക്ക് ചെയ്ത് വെച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ ആ ഒരു കൃത്യമായിട്ടുള്ള മിഡ് ബ്ലോക്കിൽ നിന്നിട്ട് അവിടെ ബോൾ വിൻ ചെയ്യുകയാണ്. മാത്രമല്ല ഓരോ സെക്കൻഡ് ബോളും ഇവരാണ് വിൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓരോ സെക്കൻഡ് ബോളും കോമ്പീറ്റ് ചെയ്യാനേ വരുന്നുണ്ടായിരുന്നില്ല. പിന്നെന്താ നമ്മൾ പറയുക, അവരുടെ ബിൽഡപ്പിൽ പ്രശ്നം ഉണ്ടായിരുന്നു. ട്രെൻഡ് ഇല്ലാത്തതുകൊണ്ട് ബിൽഡപ്പിന് കാര്യമായിട്ടത് ബാധിക്കുന്നുണ്ടായിരുന്നു. കോൺസെക്കൊന്നും ട്രെൻഡിനെ പോലെ കളിക്കാൻ പറ്റില്ല നമുക്ക് എല്ലാവർക്കും. ആളൊരു സെൻറ്റർ ബാക്കാണ്, റൈറ്റ് ബാക്കായിട്ട് കളിക്കുന്നത്. അതിൻ്റേതായിട്ടുള്ള പോരായ്മകൾ അദ്ദേഹത്തിൻ്റെ ഗെയിമിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ലോങ് ബോളുകളൊക്കെ പോകുമ്പോൾ ലിവർപൂൾ ആ ലോങ് ബോൾ കൊടുക്കുമ്പോൾ അതിലെ സെക്കൻഡ് ബോളും കാര്യങ്ങളൊക്കെ ന്യൂകാസിൽ വിൻ ചെയ്യുകയാണ്. അപ്പോൾ ആ രീതിയിൽ പിന്നെ മാത്രമല്ല ഈ ലിവർപൂളിൻ്റെ പ്രസ്സ് വളരെ പാസീവായിട്ടുള്ള പ്രസ്സായിരുന്നു. ആ പ്രസ്സിന് അനായാസമായിട്ട് ന്യൂകാസിൽ മറികടക്കായിരുന്നു. എങ്ങനെ അവർ ഡയറക്റ്റായിട്ട് പോവുകയാണ്, ലോങ് ബോൾ കൊടുക്കുകയാണ്. ലോ ബോൾ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ആ ലോ ബോൾ വിൻ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. അപ്പോൾ ലിവർപൂളിൻ്റെ പ്രസ്സ് വളരെ പ്രശ്നമായിരുന്നു. അതേപോലെ തന്നെ അവരുടെ സെറ്റ് പീസ് ഡിഫെൻഡിങ് മോശമായിരുന്നു. അവരുടെ ബിൽഡപ്പിൽ അവർക്ക് പ്രശ്നങ്ങളുണ്ടായിരുന്നു. ആർണെ സ്ലോട്ടിൻ്റെ ടീം സെലക്ഷനിൽ പ്രശ്നമുണ്ടായിരുന്നു. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ സബ്ബുകൾക്കൊന്നും ഒരു ക്ലാരിറ്റി ഉണ്ടായിരുന്നില്ല എന്നുള്ള കാര്യമാണ്. അപ്പോൾ ഇവിടെ ഒബ്വിയസ്ലി ആർണെ സ്ലോട്ടിൻ്റെ ഇൻ ഗെയിം മാനേജ്മെൻറ്റിനെ നമ്മൾ ഈ സീസൺ ഒരുപാട് പുകഴ്ത്തിയിട്ടുണ്ടെങ്കിലും ഇവിടെ അത് വർക്കൗട്ട് ആയിട്ടുണ്ടായിരുന്നില്ല. PSG-ക്കെതിരെയും വർക്കൗട്ട് ആയിട്ടുണ്ടായിരുന്നില്ല എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിരുന്നു. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഈ പ്ലേയേഴ്സിനെ ഓവർ യൂസ് ചെയ്യുന്നൊരു പരിപാടി അത് പിന്നെ ഫറ്റീഗിൽ കൊണ്ടെത്തിച്ചിരിക്കുകയാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. പിന്നെ അദ്ദേഹത്തിന് വേണമെങ്കിൽ അതിനൊരു മറുവാദം ഉന്നയിക്കാം, സ്ക്വാഡ് സ്ട്രെങ്ത് അത്രയേ ഉള്ളൂ എന്നുള്ളത്. എന്നാലും KSA പോലെയുള്ള ഒരു പ്ലെയറിനൊക്കെ കൂടുതൽ യൂസ് ചെയ്യണമായിരുന്നു, ഏലിയറ്റിനെ കൂടുതൽ യൂസ് ചെയ്യണമായിരുന്നു. അത് പഴി കേൾക്കേണ്ടതായിട്ടുള്ളൊരു ചങ്ങായി. പക്ഷേ ഓവറോൾ ഈ സീസണിൽ പ്രീമിയർ ലീഗ് ടൈറ്റിൽ അടിച്ച് കഴിഞ്ഞാൽ ആർണെ സ്ലോട്ട് ഒരു ഫാന്റാസ്റ്റിക് പണി ചെയ്തു എന്ന് തന്നെ പറയേണ്ടി വരും. ഹാൻഡ്സ് ഡൗൺ. ഡയറക്റ്റ് ഫുട്ബോളാണ് അവർ കളിച്ചത്. സിമ്പിൾ എഫക്റ്റീവ് ഡയറക്റ്റ് ഫുട്ബോൾ. വേറെ പരിപാടികളൊന്നുമില്ല, കോംപ്ലിക്കേറ്റ് ചെയ്യാനേ നിന്നിട്ടില്ല എഡി ഹൗ. അതായത് ഓഫ് ദ ബോൾ നല്ല രീതിയിൽ വർക്ക് റേറ്റ് കൊടുക്കുക, ഓൺ ദ ബോൾ കിട്ടുമ്പോൾ നല്ല രീതിയിൽ കൗണ്ടർ ചെയ്യുക. അത് എന്താണ്, ഫുൾ ബാക്കുകൾ ഫ്ലൈ ചെയ്തിട്ട് മുമ്പോട്ടേക്ക് പോകും. അതേപോലെ ഡിഫെൻഡ് ചെയ്യാൻ അവർ താഴോട്ട് ഇറങ്ങി വരും. മിഡ്ഫീൽഡർമാർ നല്ല രീതിയിൽ ബോക്സിലേക്ക് ക്രാഷ് ചെയ്ത് വരും, അല്ലെങ്കിൽ അവർ പിന്നെ നല്ല രീതിയിൽ ബോൾ ഫോർവേഡുകൾക്ക് റിലീസ് ചെയ്ത് കൊടുക്കും. വിങ്ങർമാർ നല്ല രീതിയിൽ പറന്ന് കളിക്കുന്നു. ഒരു പ്രോപ്പർ സ്ട്രൈക്കർ നല്ല രീതിയിൽ ഡിഫെൻഡ് ചെയ്യുന്ന ഡിഫൻഡർമാർ, ടോളായിട്ടുള്ള നല്ല സ്ട്രോങ് ആയിട്ടുള്ള സെൻറ്റർ ബാക്കുകൾ, നല്ലൊരു ഷോർട്ട് സ്റ്റോപ്പർ ആയിട്ടുള്ള കീപ്പർ, വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ഓവർ കോംപ്ലിക്കേറ്റ് ചെയ്യാത്ത കാര്യങ്ങൾ മാത്രം. അങ്ങനെയാണ് എഡി ഹൗവിൻ്റെ ടീം കിരീടം സ്വന്തമാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ സെറ്റ് പീസുകളിൽ നിന്നുള്ള അവരുടെ ഇമ്പാക്റ്റ് നമുക്ക് കാണാൻ സാധിച്ചു. അപ്പോൾ ഇതിൽ തന്നെ ആർണെ സ്ലോട്ടിനെ സംബന്ധിച്ചിടത്തോളം ആർണെ സ്ലോട്ടിൻ്റെ ടീമിൻ്റെ സെറ്റ് പീസ് ഡിഫെൻഡിങ് ഓഫളായിരുന്നു. അതിലുള്ള അവരുടെ മാർക്കിംഗ് ജോബ് വളരെ മോശമായിരുന്നു. പക്ഷെ അതിന് നമുക്ക് ഈ ന്യൂകാസിലിന് ക്രെഡിറ്റ് കൊടുത്തേ മതിയാകുള്ളൂ, അവരുടെ ആ ഒരു സെറ്റപ്പിനും. അപ്പോൾ തുടക്കത്തിൽ തന്നെ ഒരു കോർണർ ബോക്സിലേക്ക് വരുമ്പോൾ, ന്യൂകാസിലിൻ്റെ കോർണർ ബോക്സിലേക്ക് വരുമ്പോൾ ഡാൻബേൺ ഒരു ഡീപ്പ് കോർണറാണ് വരുന്നത്. അപ്പോൾ ഡാൻബേൺ ഹെഡർ വിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ ഡാൻബേൺ മാർക്ക് ചെയ്യുന്നത് ആരാണ്? മക്കാലിസ്റ്ററാണ്. പക്ഷേ ഡാൻബേൺ എന്താ പറയുക, വൈഡായിട്ടാണ് നിൽക്കുന്നത്. ആ ഒരു 6 യാർഡ് ഏരിയയിലല്ല നിൽക്കുന്നത്. ആ 6 യാർഡ് ഏരിയയിലുള്ള ആൾക്കാരൊക്കെ കൃത്യമായിട്ടും വലിയ ലിവർപൂളിൻ്റെ താരങ്ങൾ മാർക്ക് ചെയ്ത് നിൽക്കുന്നുണ്ട്. പക്ഷേ ഈ ചങ്ങായി വൈഡായിട്ട് നിൽക്കുകയാണ്. അത് കൃത്യമായിട്ടും ടാക്ടിക്കിൻ്റെ ഭാഗമായിട്ടുള്ള സംഭവം തന്നെയാണ്. അപ്പോൾ ഒരു ഹെഡർ ആൾ വിൻ ചെയ്യുന്നു. അത് ബ്രൂണോജിയുടെ തലയിലേക്കാണ് വന്ന് വീണത്. പക്ഷേ അദ്ദേഹത്തിന് ആ ഒരു ഗ്ലാൻസിങ് ഹെഡർ നേരെ കെലഹറിൻ്റെ കയ്യിലേക്ക് പോയി. അപ്പോൾ ഇവിടെ ലിവർപൂൾ രക്ഷപ്പെട്ടു. പക്ഷേ അതൊരു വാർണിംഗ് സൈനായിരുന്നു. അതേപോലെ മറ്റൊരു കോർണർ വരുന്നു. ആ കോർണർ ബോക്സിലേക്ക് ട്രിപ്പിയറിൻ്റെ നല്ല ഡെലിവറി, അഗെയിൻ ഡീപ്പായിട്ടുള്ള ഡെലിവറിയാണ്. അപ്പോൾ അഗെയിൻ ഡാൻബേണിൻ്റെ പൊസിഷൻ നോക്കി കഴിഞ്ഞാൽ വൈഡായിട്ടാണ് നിൽക്കുന്നത്. അദ്ദേഹം അവിടെ ഹെഡർ വിൻ ചെയ്യുന്നു. അഗെയിൻ മക്കാലിസ്റ്ററാണ് ചങ്ങനെ മാർക്ക് ചെയ്യുന്നത്. അതൊരു മിസ്മാച്ചാണ്. മിസ്മാച്ച് എന്ന് പറയുന്നത് ഒരു ആജാനുബാഹുവായിട്ടുള്ള ഡാൻബേണിനെ മാർക്ക് ചെയ്യുന്നത് മക്കാലിസ്റ്ററാണ്. താരതമ്യേന ഹൈറ്റ് കുറവുള്ള മക്കാലിസ്റ്റർ. അത് ഒരിക്കലും അവിടെ മക്കാലിസ്റ്ററിന് ജമ്പ് ചെയ്താൽ അവിടെ ഹെഡർ വിൻ ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ അവിടെ ആ ഒരു മാൻ മാർക്കിംഗ് ജോബ് ലിവർപൂളിനെ സംബന്ധിച്ചിടത്തോളം ഓൾറെഡി ഒരു വാർണിംഗ് കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അവിടെ അവർക്കത് റെക്ടിഫൈ ചെയ്യാൻ സാധിച്ചില്ല. അങ്ങനെ ഡാൻബേണിൻ്റെ ആ ഒരു ഹെഡർ, അതൊരു ബുള്ളറ്റ് ഹെഡറാണ്. നല്ല ദൂരമുണ്ട് ആ ഒരു ഹെഡർ അദ്ദേഹം വിൻ ചെയ്തിട്ടുള്ള ആ ഒരു സിനാരിയോയിൽ. എന്നിട്ട് അത് വലയിലേക്ക് കോർണറിലേക്ക് പോയപ്പോൾ ചരിത്രം സൃഷ്ടിക്കുകയായിരുന്നു. കാരണം വെച്ചാൽ ഞാൻ പറഞ്ഞ പോലെ 25
വർഷങ്ങളും അതേപോലെ തന്നെ 335 മിനിറ്റ്സ് ഓഫ് ഫുട്ബോളിനും ശേഷമാണ് ന്യൂക്കാസിലിനെതിരെ വെംബ്ലിയിൽ ഗോൾ അടിക്കുന്നത്. ഈ വെംബ്ലി പുതുക്കിയതിന് ശേഷം അവരാദ്യമായിട്ടാണ് ഗോൾ അടിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ചരിത്ര മുഹൂർത്തമായിരുന്നു അത്. അപ്പോൾ ഇതിൽ തന്നെ ലിവർപൂളാണെങ്കിൽ ഫസ്റ്റ് ഹാഫിൽ ഒരേ ഒരു അറ്റംപ്റ്റ് മാത്രമേ നടത്താൻ സാധിച്ചുള്ളൂ. അതാണെങ്കിൽ എന്താ പറയുക, ആ ഒരു ഹാഫ് ടൈമിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിലഗെയിൻ ജോലിൻറ്റനാണെന്ന് തോന്നുന്നു ആ ഒരു മിഡ്ഫീൽഡ് ഏരിയയിൽ ആ ഒരു ഹാഫ് ലൈനിൻ്റെ അടുത്ത് പൊസഷൻ നഷ്ടപ്പെടുത്തുന്നത്. അപ്പോൾ അത് ബോൾ സലയിലേക്ക് എത്തുന്നു. റൈറ്റ് സൈഡിൽ സലയുടെ ഒരു ട്രിവേല ബോൾ, ഒരു ക്രോസ് ലൂയിസ് ഡിയാസ് നോട്ട് ചെയ്തിട്ട് കൊടുക്കുകയാണ് ജോട്ട എന്ന് പറഞ്ഞ സ്ട്രൈക്കർ അത് കൺട്രോൾ ചെയ്യുന്നു. പക്ഷേ അദ്ദേഹം അതിൽ നിന്ന് ഷോട്ട് ഒരു കൺവിക്ഷൻ ഇല്ലാതെ അദ്ദേഹം അടിച്ചിട്ട് അത് സ്ലൈസ് ചെയ്ത് കളയുന്ന ഒരു സിനാരിയോ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ 1-0 എന്നുള്ള സ്കോർ ലൈനിലാണ് ഹാഫ് ടൈമിലേക്ക് ന്യൂക്കാസിൽ പോയിട്ടുണ്ടായിരുന്നത്. ഒരേ ഒരു അറ്റംപ്റ്റ് മാത്രമേ ലിവർപൂൾ നടത്തിയിട്ടുള്ളൂ. പിന്നെ ഒരു മൊമെൻറ്റിൽ റോബർട്ട്സൺ, ലെഫ്റ്റ് ബാക്കായിട്ടുള്ള റോബർട്ട്സൺ ന്യൂക്കാസിലിൻ്റെ താരതമ്യേന കുറച്ച് ഹൈലൈന് കീപ്പ് ചെയ്തിട്ടുള്ള സിനാരിയോയിൽ ലൂയിസ് ഡിയാസിനെ റിലീസ് ചെയ്തപ്പോൾ നിക് പോപ്പ് ബോക്സിൻ്റെ പുറത്തേക്ക് വന്ന് നല്ലൊരു ടാക്കിൾ നടത്തിയിരുന്നത്. പക്ഷേ അവിടെ ലൂയിസ് ഡിയാസ് ഓഫ് സൈഡ് ആയിരുന്നു എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. മാത്രമല്ല ലിവർപൂൾ എങ്കിലും അവിടെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവരുടെ ഫൈനൽ തേർഡിലുള്ള ഡിസിഷൻ മേക്കിങ്ങിൻ്റെ പ്രശ്നം ഭയങ്കരമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഈ ലിവർമെൻറ്റോയും ജോലിൻറ്റനും ന്യൂക്കാസിൽ യുണൈറ്റഡും മുഹമ്മദ് സലയെ കംപ്ലീറ്റ്ലി നള്ളിഫൈ എന്നാണ് നമുക്ക് കാണാൻ സാധിച്ചത്. കംപ്ലീറ്റ്ലി നള്ളിഫൈ ചെയ്തു. ഒരു തരത്തിലും ഒരു ഇമ്പാക്റ്റും മുഹമ്മദ് സലയ്ക്ക് മത്സരത്തിൽ ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. അതായത് ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റാറ്റ് ഞാൻ പറയാം സലയെ സംബന്ധിച്ചിടത്തോളം. സലയുടെ ലിവർപൂൾ കരിയറിൽ ഇത് ആദ്യമായിട്ടാണ് ഒരു മത്സരത്തിൽ ചങ്ങായി ഒരു ഷോട്ടോ അല്ലെങ്കിൽ ഒരു ചാൻസോ ക്രിയേറ്റ് ചെയ്യാതിരിക്കുന്നത് 90 മിനിറ്റിൽ എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. അത് ഭയങ്കര ഡെവസ്റ്റേറ്റിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റാറ്റാണ്. അപ്പോൾ അത്തരത്തിൽ കംപ്ലീറ്റ്ലി ഒരു ഇമ്പാക്റ്റും ചെയ്യാൻ ഉണ്ടാക്കാൻ സാധിച്ചില്ല. മാത്രമല്ല കഴിഞ്ഞ ആ ഒരു PSG മത്സരത്തിലും 2 മത്സരങ്ങളിലും അദ്ദേഹത്തിന് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അദ്ദേഹം വെറും ഒരു സ്പെക്ടറായിട്ടാണ് നിന്നിട്ടുണ്ടായിരുന്നത്. ഈ മത്സരത്തിലും ഒരു സ്പെക്ടേറ്റർ മാത്രമായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന് എന്താ പറയുക, കാര്യമായിട്ട് അദ്ദേഹത്തിലേക്ക് ബോൾ എത്തുന്നുണ്ടായിരുന്നില്ല, അതൊരു കാര്യം. പക്ഷേ അതോടൊപ്പം തന്നെ അദ്ദേഹം എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കേണ്ടത്, താഴോട്ട് ഇറങ്ങി വന്നിട്ട് ബോൾ എടുത്തിട്ട് എന്തെങ്കിലും മാജിക് കാണിക്കാനും അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. നല്ല കാര്യം ഓർക്കണം. അപ്പോൾ എന്താണ് ആ ബാലൻഡിയോർ ഷൗട്ട് മെല്ലെ മെല്ലെ ഫെയ്ഡ് ചെയ്ത് പോവാണ് മുഹമ്മദ് സലയിൽ നിന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. കാരണം ഇത്തരത്തിലുള്ള ബിഗ് ഗെയിമുകൾ, ഇത്തരത്തിലുള്ള ക്ലച്ച് മൊമെൻറ്റുകൾ, ഒബ്വിയസ്ലി ലീഗിൽ ഒരുപാട് ക്ലച്ച് മൊമെൻറ്റിൽ അദ്ദേഹം ഡെലിവറി ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ കപ്പ് ഫൈനലുകൾ, അതുപോലെ തന്നെ ചാമ്പ്യൻസ് ലീഗ് നോക്കൗട്ട് മത്സരങ്ങൾ, ഇതൊക്കെ ആളുകളെ സംബന്ധിച്ചോളം അവരുടെ മനസ്സിൽ ഇടം പിടിക്കുന്ന തരത്തിലുള്ള സംഭവങ്ങളാണ്. അപ്പോൾ അവിടെ ഒന്നും സലയ്ക്ക് സാധിച്ചില്ല എന്നുള്ളത് ഒരു പരമയാഥാർത്ഥ്യമായിട്ടുള്ള സംഭവമാണ് അല്ലേ. പിന്നെ മാത്രമല്ല ഇവിടെ ലിവർപൂളിൻ്റെ ആ ഒരു സ്ക്വാഡിലുള്ള സ്ട്രെങ്ത്തിൻ്റെ അഭാവം ഈ ഒരു ബിസിനസ് എൻഡ് ഓഫ് ദ സീസണിലേക്ക് കടക്കുമ്പോൾ കൃത്യമായിട്ടും എക്സ്പോസ് ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമായിട്ടുള്ള സംഭവമാണ്. അപ്പോൾ അവർ എന്തായാലും ആക്ട് ചെയ്യണം ട്രാൻസ്ഫർ വിൻഡോയിൽ അല്ലേ. സ്ലോട്ടിന് കാര്യമായിട്ടൊന്നും അവർ ചെയ്തു കൊടുത്തിട്ടില്ല, അത് നമുക്കറിയുന്നൊരു സംഭവമാണ്. അപ്പോൾ ഫറ്റീഗ് അത് ശരിക്കും നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു. എനർജിയെ മാച്ച് ചെയ്യാനേ പറ്റുന്നതായിരുന്നില്ല. അങ്ങനെ സെക്കൻഡ് ഹാഫ് തുടങ്ങുകയാണ്. സെക്കൻഡ് ഹാഫിൽ എന്താണ് സംഭവം? സെക്കൻഡ് ഹാഫിൽ നമ്മൾ ന്യൂക്കാസിലിൻ്റെ അതേ എനർജിയോട് കൂടി തന്നെ കളിക്കുകയാണ്. അതിൽ ഡീപ്പ് കോർണർ അഗെയിൻ ന്യൂക്കാസിലിൻ്റെ എടുക്കുന്നു. ജോലിൻറ്റിലേക്കാണ് വന്നുകൊണ്ടായിരുന്നത്. ജോലിൻറ്റിന് അത് 6 ഏരിയയിലേക്ക് തട്ടി കൊടുക്കുന്നു. അത് ഡാൻ ബേണിന് അത് കൃത്യമായിട്ട് കോൺടാക്ട് നടത്താൻ സാധിച്ചില്ല. പക്ഷേ ഇസാക്ക് അത് വലയിലേക്ക് ആക്കിയിട്ടുണ്ടായിരുന്നു. ഇസാക്ക് സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ ലൈൻസ്മാൻ ഓഫ് സൈഡ് ഫ്ലാഗ് ഉയർത്തിയിട്ടുണ്ടായിരുന്നു. പിന്നീട് അതൊരു ചെക്ക് നടത്തിയപ്പോൾ ഓഫ് സൈഡ് ആണെന്നുള്ളത് കാണാൻ സാധിക്കുന്നു. പക്ഷേ വളരെ ടൈറ്റ് ആയിട്ടുള്ളൊരു കോളായിരുന്നു എന്നുള്ള കാര്യം പറയുന്നത്. പക്ഷേ അഗെയിൻ അതൊരു വാർണിംഗ് സൈനാണ്. സെറ്റ് പീസിലുള്ള ഡിഫെൻഡിങ്ങിലുള്ള പ്രശ്നം. അങ്ങനെ അവിടെ നിന്ന് അധികം വൈകാതെ തന്നെ ആ ഒരു മൊമെൻറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ കാണുന്നത് വെച്ചാൽ ന്യൂക്കാസിൽ ശരിക്കും ലീഡ് ഡബിൾ ചെയ്യുന്നതാണ്. അപ്പോൾ അതിൽ ലിവർമെൻറ്റോ ആ ലെഫ്റ്റ് വിങ്ങിലൂടെ ബോളുമായിട്ട് ഡ്രൈവ് ചെയ്ത് പോകുന്നു. ഹാവി ബാൺസ് അതിന് സപ്പോർട്ട് കൊടുക്കുന്നു. അവർ തമ്മിലൊരു 1-2 കളിക്കുന്നു. ലിവർമെൻറ്റോ ലെഫ്റ്റ് സൈഡിൽ നിന്ന് ബോക്സിലേക്ക് ഒരു ക്രോസ് കൊടുക്കുന്നു. ആ ക്രോസ് അവിടെ മർഫി ഏരിയയിൽ ആ ഡ്യൂല് വിൻ ചെയ്യാണ്. റോബർട്ട്സിന് മുകളിൽ ചാടിയിട്ട് അത് വിൻ ചെയ്യുന്നത് നേരെ ഇസാക്കിൻ്റെ കാലിലേക്ക് വന്നപ്പോഴാണ്. ഇസാക്കിനെ സംബന്ധിച്ചോളം അദ്ദേഹം റൂത്ത്ലെസ് ഫിനിഷറാണ്, നമുക്ക് എല്ലാവർക്കും വരുന്നതാണ്. അദ്ദേഹം ഒരു രക്ഷയിലാണ് അത് ഫിനിഷ് ചെയ്യുന്നത്. വാട്ട് എ ഫിനിഷ്! ഫസ്റ്റ് ടൈം ഫിനിഷ് ചെയ്യുന്നതിന് ശേഷമുള്ള സെലിബ്രേഷൻ ഉണ്ട്, പാക്ക് യോ ബാഗ്സ് എന്ന് പറഞ്ഞിട്ടുള്ള സെലിബ്രേഷൻ. അതൊരു വല്ലാത്തൊരു സംഭവമായിരുന്നു. കോൾഡ് സെലിബ്രേഷനാണ്. ക്ലച്ച് മൊമെൻറ്റ് ഡെലിവറി ചെയ്തിരിക്കുകയാണ് അലക്സാണ്ടർ ഇസാക്ക് എന്ന് പറയുന്ന സ്വീഡിഷ് സ്ട്രൈക്കർ. വാട്ട് എ പ്ലെയർ മാൻ! അപ്പോൾ അങ്ങനെ 2-0 ലീഡ്. ഒബ്വിയസ്ലി ചില ന്യൂക്കാസിലിൻ്റെ ആരാധകർക്കൊന്നും അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്നൊന്ന് നുള്ളിക്കേ എന്ന് പറയായിരിക്കും അവർ. കാരണം അവർ ശരിക്കും അവരുടെ സ്വപ്നം യാഥാർത്ഥ്യമാകാൻ പോകുന്നതിൻ്റെ സൂചനകളാണ് അവർക്ക് ലഭിക്കുന്നത്. ഇനിയും ഒരുപാട് സമയം ബാക്കിയുണ്ട് ലിവർപൂളിന് കംബാക്കൊക്കെ നടത്താൻ പറ്റുന്നത് തന്നെയാണ്. പിന്നെ ആണിസിലോട് ചേഞ്ചസും കാര്യങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ടായിരുന്നു. ജോൺസിനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. മാത്രമല്ല ഗ്രാവൻബർഗ് ആ ഒരു
ഡിഫൻസിലേക്ക് ഇറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു കൊനാട്ടയെ പിൻവലിച്ചിട്ടുള്ള ആ ഒരു സാഹചര്യത്തിൽ. മാത്രമല്ല ഡിയോഗോ ജോട്ട ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടില്ല. അവസാനത്തെ 10 മത്സരങ്ങൾ ഗോളൊന്നും അടിക്കാത്തതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ പിൻവലിക്കുന്നു, ഡാർവിൻ നൂനിസിനെ കൊണ്ടുവരുന്നു. ഇതാണ് ആദ്യത്തെ 2 ചേഞ്ചസ് ആർനെ സ്ലോട്ട് വരുത്തിയിരുന്നു. പിന്നെ അവിടുന്ന് 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ വീണ്ടും അദ്ദേഹം ചേഞ്ച് വരുത്തിയിട്ടുണ്ടായിരുന്നു. മക്കാലിസ്റ്ററിനെ പിൻവലിച്ചിട്ട് ഗാക്പോയെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. 74ാമത്തെ മിനിറ്റിലാണ് കിയേസയെ കൊണ്ടുവരുന്നത്, ഗ്രാവൻബർഗിനെ പിൻവലിച്ചിട്ട് ഹാവിയേലിറ്റിനെയും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ലൂയിസ് ഡിയാസിനെ പിൻവലിച്ചിട്ട് 74ാമത്തെ മിനിറ്റിൽ തന്നെ. അപ്പോൾ എന്താണ്, കുറേ തരത്തിലുള്ള സിസ്റ്റം ചേഞ്ചസും കാര്യങ്ങളൊക്കെ വരുത്തി നോക്കി. അവസാനമൊക്കെ ആയപ്പോൾ എന്താണ്, 6 അറ്റാക്കേഴ്സിനെ വെച്ച് കളിക്കുക, ഗോയിങ് ഫോർ ദ കിൽ എന്ന് പറയുന്ന തരത്തിലുള്ള സംഭവം. കിച്ചൺ സിങ്ക് അങ്ങോട്ട് ത്രോ ചെയ്യാൻ തീരുമാനിച്ചു. വാൻഡൈക്കും റോബർട്ട്സണും ക്വാൻസയും മാത്രമായിരുന്നു ഡിഫൻസിലുണ്ടായിരുന്നു, ബാക്കി എല്ലാവരും അറ്റാക്ക് ചെയ്യുന്നൊരു പരിപാടി. സൊബോസ്ലായി ഒബ്വിയസ്ലി ഉണ്ടായിരുന്നു ആ ഒരു മിഡ്ഫീൽഡിൽ. ഏലിയറ്റിനൊക്കെ നേരത്തെ കൊണ്ടുവരാമായിരുന്നു, അല്ലെങ്കിൽ ഏലിയറ്റിനെ സ്റ്റാർട്ട് ചെയ്യിപ്പിക്കാമായിരുന്നു. ഏലിയറ്റിൻ്റെയൊക്കെ നല്ല ചില പാസുകളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഇതിനിടയിലാണെങ്കിൽ ന്യൂക്കാസിലോട്ട് കാര്യമായിട്ട് ചേഞ്ചസ് ഒന്നും 80 മിനിറ്റ് വരെ ഒന്നും വരുത്തിയിട്ടുണ്ടായിരുന്നില്ല. ഈ ജോൺസിൻ്റെ നല്ലൊരു അറ്റംപ്റ്റ് ഉണ്ടായിരുന്നു, നിക് പോപ്പ് സേവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതേപോലെ തന്നെ റോബർട്ട്സിൻ്റെ ബോക്സിലേക്കുള്ള ഒരു റണ്ണ്, ജോലിനെ ഇൻ്റർസെപ്റ്റ് ചെയ്തതിനു ശേഷമുള്ള അദ്ദേഹത്തിൻ്റെ സെലിബ്രേഷൻ, അതൊരു അസാധ്യ സെലിബ്രേഷൻ ആയിരുന്നു. അങ്ങനെ കുറേ സെലിബ്രേഷൻ അദ്ദേഹം നടത്തിയിട്ടുണ്ടായിരുന്നു. നല്ലൊരു ചിയർ ലീഡറായിരുന്നു ചങ്ങായി. പിന്നെ ആ ഒരു സെക്കൻഡ് ബോൾ വീണ്ടും ന്യൂക്കാസിനായിട്ട് ലിവർപൂളിൻ്റെ ഏരിയയിൽ വിൻ ചെയ്തിട്ട് ബ്രൂണോജി നല്ലൊരു ബോൾ ബോക്സിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് നീങ്ങിയിട്ടുണ്ടായിരുന്ന ബാൺസിന് കൊടുക്കുകയാണ്. ബ്യൂട്ടിഫുൾ ഡെലിവറി, അത് വോളിയിൽ അതിങ്ങനെ കട്ട് ബാക്ക് ചെയ്ത് കൊടുത്തു ആർക്ക്, അലക്സാണ്ടർ ഇസാക്കിന്. അത് അലക്സാണ്ടർ ഇസാക്കിൻ്റെ കുറച്ച് പുറകിലായിപ്പോയി, പക്ഷേ സ്റ്റിൽ ഇംപ്രൂവൈസ് ചെയ്തിട്ട് അദ്ദേഹം അത് വലയിലേക്ക് ആക്കാനുള്ള ശ്രമം നടത്തിയപ്പോൾ കെലഹർ സേവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആലിസൺ ആയിരുന്നില്ല കീപ്പറായിട്ടുണ്ടായിരുന്നു, കെലഹർ ആയിരുന്നുള്ള കാര്യം ഓർക്കണം. പിന്നെ ബാൺസിന് ഷൂട്ട് ചെയ്യാനൊരു അവസരം ഉണ്ടായിരുന്നു ബോക്സിൽ, അദ്ദേഹം പാസ് ചെയ്യാൻ ശ്രമിക്കുന്നത്, ലിവർപൂൾ ഡിഫെൻഡ് ചെയ്യുന്നു. പക്ഷേ അഗെയിൻ ഈ മേർഫിയുടെ ഒക്കെ പ്രസ്സിങ് അവിടെ മികച്ചായിരുന്നു. അവർ ബോൾ വിൻ ചെയ്ത് മേർഫിയുടെ അറ്റംപ്റ്റ് ജസ്റ്റ് വൈഡായിട്ട് പോയിട്ടാണ്, അത് പാസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു വലയിലേക്ക്. അപ്പോൾ അങ്ങനെ ന്യൂക്കാസിലിൻ്റെ ടോപ്പിൽ തന്നെ, പക്ഷേ 8 മിനിറ്റ് ഇഞ്ചുറി ടൈം കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇതിനിടയിൽ കുറച്ച് ചേഞ്ചസ് എഡിഹോം വരുത്തി. ഞാൻ പറഞ്ഞ പോലെ വില്ലക്കിനെയും അതുപോലെ തന്നെ വിൽസനെയും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. എമിൽ ക്രാഫ്റ്റും വന്നിട്ടുണ്ടായിരുന്നു മർഫിക്ക് പകരമായിട്ട്. അപ്പോൾ ഈ 8 മിനിറ്റ് കണ്ടപ്പോൾ ഒബ്വിയസ്ലി 8 മിനിറ്റ് വലിയൊരു സമയമാണല്ലോ, എന്തു സംഭവിക്കാമല്ലോ. 2 ഗോളൊക്കെ അടിക്കാൻ 8 മിനിറ്റ് ധാരാളമാണ്. അപ്പോൾ ഈ ഇഞ്ചുറി ടൈമിൽ കിയേസ ഇമ്പാക്റ്റ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ അതിൽ ചോലിൻറ്റൺ കഷ്ടപ്പെട്ട് ബോൾ വിൻ ചെയ്തിട്ട് അദ്ദേഹം പിന്നെ ആ ഒരു ഡിഫൻസിനെ അറ്റാക്കിലേക്ക് ടേൺ ചെയ്യുന്ന സിനാരിയോയിൽ നിന്നിട്ട് എന്ത് ചെയ്തു വെച്ചാൽ ബ്രൂണോജിക്ക് പാസ് കൊടുത്തു. ഹാഫിൻ്റെ അടുത്ത് ബ്രൂണോജി പൊസഷൻ നഷ്ടപ്പെടുന്നു. ഏലിയറ്റ് മനോഹരമായിട്ടുള്ളൊരു ത്രൂ ബോൾ കിയേസ കൊടുക്കുന്നു. കിയേസ നല്ല കമ്പോസ്റ്റ് ഫിനിഷ് കാഴ്ച വെക്കുന്നു. ആദ്യം ഓഫ് സൈഡ് ഫ്ലാഗ് വിളിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ അവിടെ ഓഫ് സൈഡ് ഒന്നല്ല എന്നുള്ളത് ചെക്ക് ചെയ്തപ്പോൾ മനസ്സിലാകുന്നു. ഒരു ഗോൾ മുടക്കുന്നു. നെർവ്സ് ഭയങ്കരമായിട്ടുള്ള നെർവസ്നെസ് ന്യൂക്കാസിലെ ആരാധകരുടെ മനസ്സിലൂടെ അപ്പം ഇങ്ങനെ കടന്നു പോയിട്ടുണ്ടാവും. അത് എങ്ങനെയെങ്കിലും തീർന്നാൽ മതി എന്നായിരിക്കും. അപ്പോൾ അവർ മനോഹരമായിട്ട് ആ കോർണർ ഫ്ലാഗിൻ്റെ അടുത്തേക്ക് പോകുന്നു. അത് പിന്നെ മനോഹരമായിട്ടുള്ള ഫുട്ബോളല്ല, പക്ഷേ ആ സിനാരിയോയിൽ അത് മനോഹരമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം ജയിക്കാനായിട്ട് ആ കോർണർ ഫ്ലാഗിൻ്റെ അടുത്തേക്ക് പോകുന്നു, എന്നിട്ട് അവിടെ ടൈം വേസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ ഒടുവിൽ അവർ ആ വിജയം കരസ്ഥമാക്കുന്നു. ഫൈനൽ വിസിൽ മുഴക്കാണ് റെഫറി. അപ്പോൾ പിന്നെ ഒബ്വിയസ്ലി ചടങ്ങുകളായിരുന്നു. അങ്ങനെ ആകാശത്തേക്ക് ആ കിരീടം ഉയർത്തിയിരിക്കുകയാണ് ന്യൂക്കാസിൽ യുണൈറ്റഡിൻ്റെ കപ്പിത്താനായിട്ടുള്ള ബ്രൂണോ ഗിമറേഷ്. ബാക്കി എല്ലാവരും കൂടുന്നു, സെലിബ്രേറ്റ് ചെയ്യുന്നു, ആഘോഷം തുടരുകയായി. ഈ ആഘോഷത്തിന് ഈ അടുത്തതും അവസാനം ഉണ്ടായിരിക്കില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എഡി ഹൗ എന്ന് പറയുന്ന മാനേജർ ആൾ ക്രെഡിറ്റ് അർഹിക്കുന്നുണ്ട് ഒബ്വിയസ്ലി അല്ലേ. 2008 ശേഷം ആദ്യമായിട്ടാണ് ഒരു ഇംഗ്ലീഷ് മാനേജർ ഒരു ഡൊമസ്റ്റിക് കപ്പ് ഇംഗ്ലണ്ടിൽ കരസ്ഥമാക്കുന്നതിനുള്ള പ്രത്യേകതയുണ്ട്. അന്ന് പോർട്ട്സ്മൗത്തിന് വേണ്ടിയിട്ട് ഹാരി റെഡ്നാപ്പ് കിരീടം സ്വന്തമാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ആദ്യമായിട്ടാണ് ഒരു ഇംഗ്ലീഷ് മാനേജർ ഡൊമസ്റ്റിക് കിരീടം സ്വന്തമാക്കുന്നത്. മാത്രമല്ല എഡി ഹൗവിൻ്റെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ ബോൺമൗത്ത് 4th ഡിവിഷനിലിരിക്കുമ്പോൾ, അതും 23ാം സ്ഥാനത്ത്, ലീഗ് 2ൽ 23ാം സ്ഥാനത്തിരിക്കുമ്പോൾ മാനേജറായിട്ടുള്ള ഒരാളാണ്. അവിടെ നിന്ന് അവരെ പ്രീമിയർ ലീഗിലേക്ക് ബാക്ക് ടു ബാക്ക് പ്രൊമോഷൻസും കാര്യങ്ങളൊക്കെ പിന്നെ നേടിയെടുത്തുകൊണ്ട് കൊണ്ടെത്തിച്ചുള്ളൊരു മനുഷ്യനാണ്. പ്രീമിയർ ലീഗിൽ അവർ കുറേ നാൾ നിൽക്കുന്നൊരു സിനാരിയോ ഉണ്ടായിരുന്നു. അവർ കോമ്പീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെയാണ് അദ്ദേഹം ന്യൂക്കാസിൽ യുണൈറ്റഡിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. ന്യൂക്കാസിൽ യുണൈറ്റഡിലും അദ്ദേഹം ഏറ്റെടുക്കുമ്പോൾ ന്യൂക്കാസിൽ യുണൈറ്റഡ് റെലഗേഷൻ ആ ഒരു ഫൈറ്റിലേക്കായിരുന്നു. അവർ പിന്നീട് ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോൾ കളിപ്പിക്കുന്നു. ഇപ്പോൾ കിരീടത്തിൽ കൊണ്ടെത്തിച്ചിരിക്കുകയാണ്. എഡി ഹൗ ക്രെഡിറ്റ് അറിയിക്കുന്നുണ്ട്. മാത്രമല്ല പ്ലേയേഴ്സ് ഇമ്പ്രൂവ് ചെയ്യുന്ന രീതി, അവർ ടീമിന് വേണ്ടി വർക്ക് ചെയ്യുന്ന രീതി, അതൊക്കെ കിട്ടിലും പോലത്തെ സംഭവം തന്നെയാണ്. അപ്പോൾ എന്തായാലും അങ്ങനെ ലിവർപൂളിനെ സംബന്ധിച്ചോളം മേജർ ഡിസപ്പോയിൻമെൻ്റ് ആണ്. പക്ഷേ ഒരാളുടെ ദുഃഖം മറ്റൊരാളുടെ സന്തോഷമാണല്ലോ ഫുട്ബോളിൽ. അതാണിപ്പോൾ സംഭവിച്ചുള്ളത്. ന്യൂക്കാസിൽ യുണൈറ്റഡ് ആഘോഷിക്കുകയാണ്. ലിവർപൂൾ ഫാൻസിനും ആഘോഷിക്കാനുള്ള സമയം വരുന്നുണ്ട്. ടെൻഷൻ അടിക്കണ്ട. ചിലരൊക്കെ വിചാരിക്കുന്നത് ഇനിയിപ്പോൾ ലീഗ് ബോട്ടിൽ ചെയ്യുന്നതാണ്. ടെൻഷൻ വേണ്ട, നിങ്ങൾ ലീഗ് ടൈറ്റിൽ അടിച്ചിരിക്കും. ഡോണ്ട് വറി അബൌട്ട് ദാറ്റ്. അപ്പോൾ എന്തായാലും അവർക്ക് കൃത്യമായിട്ട് ആ ഒരു ബ്രേക്ക് ഇട്ടിരിക്കുകയാണ്. ബ്രേക്ക് അനിവാര്യമാണ്. ആ ബ്രേക്ക് ഇട്ടിരിക്കുകയാണ്.
ഇൻ്റർനാഷണൽ ഫുട്ബോൾ കളിച്ചിട്ട് ആരൊക്കെ പരിക്കിലാവും എന്നുള്ളത് നമുക്കറിയില്ല. എന്തായാലും ആ ക്ലബ് ഫുട്ബോൾ കുറച്ച് ബ്രേക്ക് അനിവാര്യമായിരുന്നു, പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള ഡിഫീറ്റുകൾ നേരിടുമ്പോൾ. ന്യൂകാസിലാണെങ്കിൽ പമ്പ്ഡായിരിക്കും, തിരിച്ചു വന്നിട്ട് ആ ഒരു ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോൾ തിരിച്ചു പിടിക്കാനുള്ള ശ്രമമായിരിക്കും അവരുടെ ഭാഗത്തുണ്ടായിരിക്കാം. മറ്റേ അധ്യായത്തിലേ നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.